കുവൈത്ത് 26 ദിവസം നീളുന്ന കടുത്ത ഉഷ്ണതരംഗത്തെ നേരിടാൻ തയ്യാറെടുക്കുന്നു. ഈ ദിവസങ്ങളിൽ കനത്ത ചൂടും സൂര്യാഘാതവും വീണ്ടും വർദ്ധിക്കും. അതിനാൽ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കുവൈത്ത് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഓഗസ്റ്റ് 24-ന് സുഹൈൽ നക്ഷത്രം ഉദിക്കുന്നതോടെ താപനില കുറയും. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. കുവൈറ്റിൽ ജൂലൈ 16-ന് ബുധനാഴ്ച ആരംഭിക്കുന്ന ഉഷ്ണതരംഗത്തോട് അനുബന്ധിച്ചാണ് ഈ കാലാവസ്ഥ മാറ്റം. ജെമിനി നക്ഷത്രത്തിന്റെ ഉദയത്തോടെയാണ് ഉഷ്ണതരംഗം ആരംഭിക്കുക. ഇത് 26 ദിവസം നീണ്ടുനിന്ന് ഓഗസ്റ്റ് 11 വരെ തുടരും. ഈ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് അറബ് യൂണിയൻ ഫോർ ആസ്ട്രോണമി ആൻഡ് സ്പേസ് സയൻസസ് മന്ത്രാലയം അറിയിച്ചു. ഒപ്പം സൂര്യാഘാതം വരാതിരിക്കാനും ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. ഓഗസ്റ്റ് 11-ന് അൽ കുലൈബിൻ എന്ന നക്ഷത്രം ഉദിക്കുന്നതുവരെ കടുത്ത ഉഷ്ണതരംഗം കുവൈറ്റിനെ ദുരിതത്തിലാക്കും. ഇതിനുശേഷം താപനില ക്രമേണ കുറയും. വേനൽക്കാലം അവസാനിക്കുന്നതുവരെ ഇത് തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ഓഗസ്റ്റ് 15-ന് ശേഷം ഉയർന്ന താപനില ക്രമേണ കുറയും. ഓഗസ്റ്റ് 24-ന് വേനൽക്കാലത്തെ അവസാന നക്ഷത്രമായ സുഹൈൽ നക്ഷത്രം എത്തും. ഇപ്രകാരം സുഹൈൽ നക്ഷത്രം ഉദിക്കുന്നതോടെ താപനില കുറഞ്ഞ് രാത്രികാലങ്ങളിൽ തണുപ്പ് ആരംഭിക്കും. പിന്നീട് കുവൈറ്റ് ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ തണുപ്പ് കാലാവസ്ഥയിലേക്ക് നീങ്ങും. ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chumar TV show. Middle East This Week. Middle East beyond the headlines.